തലേന്നൊരു ഞരമ്പിന് ഒരു പ്രശ്നം. തലേന്നുള്ള ഞരമ്പിന്റെ പ്രശ്നമാ. എന്നാ ബാലൻസ് പോവാണോ? ഇങ്ങനെ അടി വരിക, നേരത്തേക്കും ബാലൻസ് പോവാ. ബാലൻസ് പോവും. നടക്കുമ്പോഴാണോ ഇത് വരുന്നേ? ഇപ്പോഴും ട്രീറ്റ്മെന്റിൽ? എത്ര നാളായി ട്രീറ്റ്മെന്റിലായിട്ട്? ഏറ്റവും അവസാനം അഡ്മിറ്റ് ആവുന്ന നവംബർ 22-ാം തീയതിയാണ്. ഏത് ഹോസ്പിറ്റലാണ്? വെൽകെയർ ഹോസ്പിറ്റൽ, എറണാകുളത്ത്. ഇവിടുന്നുള്ള ഞരമ്പിന്റെ പ്രശ്നമാണ്. ഞരമ്പിന്റെ പ്രശ്നമാണ്. ഇത് അടിക്കുന്ന ഉടനെ ബാലൻസ് പോവും. ഭയങ്കര വേദനയാണ്. സ്റ്റെപ്പ് വെക്കുമ്പോൾ ഇത് സംഭവിക്കും. ഒറ്റ പ്രാർത്ഥനയെന്ന് പ്രാർത്ഥിക്കാൻ പോകും. ചേട്ടാ, ആ വചനം ഒന്നുകൂടെ ചേട്ടന് വേണ്ടി ഞാൻ പറയട്ടെ. ചേട്ടന് വേണ്ടി ആ വചനം നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഏറ്റു പറയാം. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിവിൻ. യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ല. യേശുക്രിസ്തു നിങ്ങളിലുണ്ട്. യേശുക്രിസ്തു സ്വർഗത്തിലുണ്ട്. മിന്നൽ വേണ്ട, ഇനി മിന്നൽ വേണ്ട. യേശുക്രിസ്തു എന്നിലുണ്ട്. വാ, നമുക്ക് അച്ഛൻ്റെ അടുത്തോട്ട് പോവാം. വാ 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 വാ. അച്ഛൻ്റെ അടുത്തോട്ട് ചെല്ലേ. അച്ഛാ, ഈ സൈഡിൽ ഒരു ഞരമ്പിന്റെ പ്രശ്നമാ. ഇത് അടിച്ചു കഴിയുന്ന ഉടനെ ബാലൻസ് പോവാ. വെൽകെയർ ഹോസ്പിറ്റലിലെ ചികിത്സയില്ല. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഓടിച്ചല്ലേ ചേച്ചി, ഓടിച്ചല്ലേ. പെട്ടെന്ന് പോയി ബ്ലെസ്സിങ് മേടിച്ചു. ചരിത്രം മാറുകയെന്ന ആ കുടുംബത്തിന്റെ ചരിത്രം മാറുകയാ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. കഴിഞ്ഞു. വിശ്വസിച്ചോറാൻ പറ്റും കേട്ടോ. അവിടെ പോയി തന്നെ ഇത് സൗഖ്യമായിട്ട് റിപ്പോർട്ട് മേടിച്ചോണ്ട് വാ. തീർന്നു. ഞരമ്പ തൊടുന്നത് ഇവിടെ നിങ്ങനെ ഇവിടെ വരെ ഈ ചുണ്ടു കോടി പോലെ. ഓ അങ്ങോട്ട് വരാൻ പറഞ്ഞു, അതുകൊണ്ട് അങ്ങോട്ട് വന്നേ. ഇവിടെ ധ്യാനിക്കുകയാണോ? ഇവിടുന്ന് 1.5 കിലോമീറ്റർ ഉള്ളൂ എൻ്റെ വീട്. അപ്പൊ ഇന്ന് ഇതിനു വേണ്ടി വന്നതാ. വ്യാഴാഴ്ചകൾ ഇതുപോലെ വരാറുണ്ടോ? 2 മാസമായിട്ട് റെസ്റ്റാണ്. ഇന്ന് ആദ്യമായിട്ട് വരുന്നത്. കഴിഞ്ഞു കേട്ടോ. സർജറിയായി ഈശോ ചെയ്തത്. ഇപ്പം അവര് സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് വീട്ടില്ലേ, ആ സർജറിയാ ഇപ്പൊ ഈശോ ചെയ്തിരിക്കുന്നത്. ഉറപ്പിച്ച് വിശ്വസിച്ചോ കേട്ടോ. സമയമായി, ദൈവത്തിന്റെ സമയമായി. ഹല്ലേലൂയ.